അല്ല ആക്ച്വലി എന്റെ ഇടയിൽ വേറെ പടം വന്നില്ലേ സത്യം പറഞ്ഞതാണ്. ചേട്ടന്റെ ഒരു സ്നേഹം എനിക്ക് സൗഭിക്കയുടെ ആസിക്കയുടെ അടുത്ത് ഉള്ളി കിട്ടിയത്. ഞാനൊരു ഇന്റർവ്യൂലാണ് പിന്നെ വിളിക്കാം. അതെന്റെ സ്വന്തം വണ്ടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്റെ അടുത്ത് പറഞ്ഞില്ല. ചെറിയ കൂപ്പർ കൊണ്ട് ഒരു പിന്നെ അടുത്തത് ഇല്ല. പിന്നെ രോമാഞ്ചിന്ന് വിളിക്കാൻ. എന്റെ ഡയറക്ടറിന്റെ മനസ്സിൽ പടം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണേ. താങ്കളുടെ ചുറ്റും ഇരുന്ന് അത് ഗേൾസ് കോളേജ് ആയതുകൊണ്ട് മനസ്സിലായി. ഗേൾസ് ആണല്ലോ. അല്ല ഞാനീ അങ്ങനെ എന്നെ അറിയാലോ അല്ലേ. 23 ഒക്ടോബർ 2024 ആദ്യമായിട്ട് ഞാൻ താങ്കളുടെ ഭാര്യ വിളിച്ച് അർജുൻ അശോകന്റെ നമ്പറും തരുമോ, എനിക്കൊന്ന് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതൊരു കൊല്ലം. ഒരു 6-7 മാസം മുമ്പ് ലാൽ സാറിന് ഇന്റർവ്യൂ ചെയ്ത് ലാൽ മീഡിയ ചെന്നപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു എന്നെ മാത്രം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ 1.5 കൊല്ലം കഴിഞ്ഞു. 6 മാസം സന്തോഷമായി കണ്ടിട്ട്. ഇപ്പൊ നല്ല എന്താ ഫിറ്റ് ആയിട്ടുണ്ട്. എന്താ പറയാ ഭയങ്കര ഹെൽത്തി. എന്താണ് ചെയ്തത് ഈ ഒരു പരിവേഷം ചെയ്തു? ചത്താപ്പച്ച അദ്വൈത ടുരുട്ടി, അദ്വൈതും കലാമാസ്റ്ററും ഷിഹാനും എല്ലാവരും അതെ പ്രൊഡക്ഷൻ അടക്കം. പക്ഷെ അത് നല്ല വ്യത്യാസം. ഭയങ്കര രസമുള്ള ഒരു കാര്യമായിരിക്കും. അല്ല നല്ലൊരു പ്രോസസ്സായിരുന്നു അത് മൊത്തം. 1 വർഷത്തോളം ഞാൻ വേറെ പടമൊന്നും ചെയ്തിട്ട് ഇതിന്റെ കൂടെ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴേ ഈ ഫോമോ എന്നുള്ളൊരു വാക്കല്ലെങ്കിലും ഇതിന് ഈ സിനിമ എല്ലാ സമയവും ഒരു സിനിമയ്ക്ക് വേണ്ടിയും അതിന്റെ പ്രിപ്പറേഷനും ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കൊല്ലത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? ഹൗ ഡു യു ചാറ്റ്? ബിക്കോസ് മറ്റുള്ള സിനിമകൾ വരുന്നു, മറ്റുള്ള ഫ്രണ്ട്സിന്റെ സിനിമകൾ റിലീസ് ചെയ്യുന്നു. അല്ല ആക്ച്വലി എന്റെ ഇടയിൽ വേറെ പടം വന്നില്ലേ സത്യം പറഞ്ഞതാണ്. സൗകര്യമായി. എന്താ വെച്ചാൽ ഈ ചത്താപ്പച്ച എന്നുള്ള പരിപാടി അത്യാവശ്യം വലിയ പരിപാടിയാണ്. എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടീമാണ്. റോഷൻ ഷാക്ക് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്തായാലും ഒരു 3 മാസം ട്രെയിൻ ചെയ്യണം. അപ്പൊ ഞാൻ കഴിഞ്ഞ നവംബറിൽ സുമതി വളവ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രെയിനിങ് തുടങ്ങി. അതെ, റിലീസ് ഉണ്ടായിരുന്നു സിനിമ. റിലീസ് ഉണ്ടായിരുന്നു, ചെയ്തില്ല. അപ്പൊ ട്രെയിനിങ് തുടങ്ങി. ആ ട്രെയിനിങ് പ്രോസസ് ഇങ്ങനെ നീണ്ടുകൊണ്ട് ജൂലൈ ഒക്കെ ആയപ്പോഴേക്കും ഷൂട്ട് തുടങ്ങി. അപ്പൊ അതുവരെ ഇവരുടെ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരുന്നു, പാർക്ക് ട്രെയിനിങ് ഉണ്ടായി, എല്ലാം ഉണ്ടായി. അപ്പോ അങ്ങനെ ലൈഫ് കുറച്ചാൾ വീട്ടിലൊക്കെ ചില്ല് ചെയ്ത് വർക്കൗട്ടും കാര്യങ്ങളും മാത്രം. പിന്നീട് ഷൂട്ട് തുടങ്ങി. പിന്നെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. എടുത്തുരുട്ടല്, എറിയല്. ഫസ്റ്റ് ഷോട്ട് ഞാൻ ഐശ്വര്യമായിട്ട് ചത്താപ്പച്ചയിലേക്ക് കയറാമെന്നൊക്കെ പറഞ്ഞ് ക്യാരക്ടർ ഇറങ്ങുമ്പോ സാർ ഹാർനസ് പൊടുങ്ങോ, ഞാൻ ഫസ്റ്റ് ഷോട്ട് തൂക്കിയിട്ടാണ്. അന്ന് എനിക്ക് മനസ്സിലായി ഇത് തീരണവരെ എന്തായാലും ഹാർനസിലായിരിക്കും. അതേപോലെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. മൊത്തം രസമുള്ള പരിപാടിയായിരുന്നു. എല്ലാം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ഷേപ്പായിരുന്നു കൈയിന്റെ. ഒരു ഇടിയൊക്കെ ഞാൻ നോക്കിയപ്പോ ഇവിടെ നീര് നോക്കുമ്പോ എന്റെ കണ്ണിന്റെ പ്രശ്നം നോക്കുമ്പോ ഒരു എസ് ഷേപ്പ്, ഇവിടെ നീര് എല്ലാവർക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പൊ പക്ഷെ അത് ഭയങ്കര റെസിലിയൻസ് അല്ലേ, ഭയങ്കര ഒരു ശക്തി ഉണ്ടാക്കലും മനോധൈര്യം കൂട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ ആണ്. ഇപ്പൊ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പേടിയില്ല. ഇപ്പൊ എനിക്കൊരു ഫൈറ്റ് ഒരു പടത്തിൽ ചെയ്യാനായിട്ട് പേടിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ റെസ്റ്റില്ല, ഞാൻ അനങ്ങൂലെന്ന് പറഞ്ഞേക്കുന്നത്. നല്ല ഇഞ്ചറി ഇല്ല. ലുക്ക് ഞാൻ മാറ്റി. അത് പടം കഴിഞ്ഞാൽ ഇപ്പൊ വേറെ ചെന്നൈയിൽ ഒരു പടം ചെയ്തപ്പോ അതിനുവേണ്ടി മാറിയതാണ്. വെരി ഗുഡ്. അതാ ഞാൻ ചെയ്യുന്നത്. സന്തോഷമുള്ള കാര്യമാണ് വെച്ചെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരുപാട് പുതിയ കാര്യങ്ങൾ. 2012 തുടങ്ങുന്നത് ജനുവരി 5 റിലീസ്. അപ്പൊ അതിപ്പോ 2005 നിങ്ങളുടെ ഫിലിമോഗ്രഫി കാണുമ്പോഴേ 25 പടം ഉണ്ടായില്ല 2025. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി ടു സീ ദാറ്റ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, എവല്യൂഷൻ അതിഭയങ്കരമാണ്. എപ്പോഴെങ്കിലും 2012 ഇരിക്കുന്ന അർജുനോട് ഈ അർജുൻ അശോകന് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, അതായത് ഇത് തന്നെയാണോ എന്റെ പാത്ത് നിന്ന് മടിച്ചു നിന്നൊരു കാലത്ത്, ഒരു മെസ്സേജ് ഉണ്ടോ പറയാൻ? ആക്ച്വലി മടി ഉണ്ടായിരുന്നു. കാരണം ഓർക്കുട്ടും കഴിഞ്ഞ് ടുലറ്റമ്പാടി ടോക്കീസും ചെയ്തപ്പോ ഏകദേശം പാളിന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് ഇതാണോ, പക്ഷെ ഇത് തന്നെയായിരുന്നു. നമ്മള് വേറെ വഴിക്ക് പോവാൻ നോക്കിയിട്ട് പോലും എനിക്ക് കാരണം ഈ 2 പടം കഴിഞ്ഞ എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളും പറ്റാത്തോണ്ട് വേറെ എന്തെങ്കിലും പരിപാടി നോക്കാൻ വെച്ചാണ്. അപ്പൊ എനിക്ക് എന്തായാലും പഠിച്ചൊരു ജോലി എടുക്കാൻ പറ്റൂല. അല്ല എനിക്ക് പറ്റില്ല ചെയ്തത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അപ്പൊ ഞാൻ എന്തായാലും ഒന്നല്ലെങ്കിൽ ചെറിയ ബിസിനസ് അല്ലെങ്കിൽ സിനിമയിലും ബന്ധപ്പെട്ടെന്നില്ല. അപ്പൊ എനിക്ക് ഡയറക്ഷൻ സൈഡ് ഭയങ്കര ഇഷ്ടമാണ്, DOP സിനിമാറ്റോഗ്രഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചാപ്പാക്കുരി ഷോട്ടാണ് ആക്ച്വലി എനിക്ക് പുതിയ ഫിലിം സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് സൗബിക്ക പറവയുടെ പോസ്റ്റ് ഇട്ടപ്പോ ഞാൻ ചോദിച്ചു അച്ഛൻ്റെ അടുത്ത് ഒന്ന് AD ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ അച്ഛൻ വിളിച്ച നന്നായി, ഇങ്ങനെ മോൻ ഒന്ന് വന്ന് കാണാൻ പറയാന്ന് സൗബിക്ക വിളിച്ച് നേരെ ചെന്ന്
ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു റോളുണ്ട്, ദുൽഖറിന്റെ കൂട്ടുകാരൻ. ഒരു സെക്കൻഡ് ഒന്ന് പ്രൊസസ് ചെയ്തോട്ടെ. അങ്ങനെയാണ് പറവയില് സൗബിക പിടിച്ചേറ്റിട്ടാണ് ഇവിടെ വെരി ഗുഡ്. ആ ഒരു പിടിച്ചു കയറ്റം നന്നായിരുന്നു. അതെ, അതായിരുന്നു ഒരു മൊമെന്റ് അല്ലേ, ഇത് തന്നെയാണ് എന്റെ പാടാന്ന് മനസ്സിലാക്കുന്ന മൊമെന്റ് അതായിരുന്നു. അത് പിന്നീട് പതുക്കെ ഗ്രാജുവലി മനസ്സിലായത്. എനിക്കപ്പോ സിനിമയിൽ ഒരു ഭാഗമാവണം, ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു പോകണം, ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണം, തിരിച്ചറിയണം നമ്മള്. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. കാരണം 2 പടം ചെയ്തിട്ട് ഒരാളും തിരിച്ചറിയുന്നില്ല. അപ്പൊ അതൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഗ്രാജുവലി ആൾക്കാര് സൗബിക്കയുടെ കൂടെയൊക്കെ ആസിക്കയുടെ കൂടെയൊക്കെ പോകുമ്പോ എന്നെ ഫസ്റ്റ് സ്റ്റേജിൽ കയറ്റി ഇരുത്തിയത് ഒന്നും അല്ല കഴിഞ്ഞിട്ട് എന്നെ സ്റ്റേജിൽ കയറ്റിയത് സൗബിക്കയാണ്. ഒരു കോളേജ്, കൊച്ചിൻ കോളേജിന്റെ പരിപാടിക്ക്. ഇതൊരു സർക്കിളാന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്, ആ പരിപാടിക്ക് പോയ ഡാറ്റു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയാണ് ഞങ്ങളെ ആരും അടുപ്പിക്കാതിരിക്കാൻ അവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. അവനാണ് ഇപ്പൊ എന്നോട് ചത്താപ്പച്ചയിൽ കൂടെ അഭിനയിച്ചേക്കണേ സൈസുള്ള. അവൻ ഈ കഥ പറയുമ്പോ എനിക്ക് സൗബിക്കയുടെ കൂടെ കിട്ടിയ ഒരു ട്രിപ്പാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ അതൊരു രസമുള്ള പരിപാടിയാണ്. താങ്കളുടെ ചിരി ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് അല്ലേ? അതായത് പനമ്പള്ളി നഗറിൽ വെച്ച് ബിടെക്കിന് റോള് കിട്ടുന്നത് മൃദുൽ നായർ അല്ലെ? മൃദുലേട്ടൻ കണ്ട് ആദ്യം ആസിക്കയുടെ കൂടെ മന്ദാരം ചെയ്യുമ്പോ ആ സമയത്താണ് ആക്ച്വലി മൃദുലേട്ടൻ വന്നിട്ട് ഈ ക്യാരക്ടർ ആയിട്ടില്ല. അപ്പൊ ആസിക പറയും, മന്ദാരം ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്യാൻ പോണേ, നീ പോടാ, ഞങ്ങള് 1 മാസത്തേക്ക് ബാംഗ്ലൂർ പോയിട്ട് ചില്ല് ചെയ്തിട്ടൊക്കെ വരണം, ഇവിടെ ഇരുന്നോ കൊച്ചിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ക്യാരക്ടർ ഭയങ്കര രസമുള്ള പരിപാടിയാന്നൊക്കെ പറയാം. അപ്പൊ ഒരു പോയിന്റില് മൃദുലേട്ടൻ ആസിക സംസാരിച്ച് എന്റെ കാര്യം 2 പേരും കൂടി പനമ്പള്ളി നഗറിൽ വെച്ച് ഞാൻ അറിയാണ്ട് ഒരു ഓഡിഷൻ വിവേകന്റെ ഫ്ലാറ്റിൽ, വിവേക് രഞ്ജിത്തിന്റെ ഓഡിഷൻ പോലെ തന്നെ അതെടുത്തോട്ടോടാ വണ്ടിയിൽ അതുണ്ട്. എനിക്ക് മറ്റേ അനിയൻ ഭയങ്കര ഇഷ്ടം, എനിക്ക് ചേട്ടനില്ല ലൈഫില്, ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ചേട്ടന്റെ ഒരു സ്നേഹം എനിക്ക് സൗബിക്കയുടെ ആസിക്കയുടെ അടുത്ത് കൂടുതൽ കിട്ടിയാണ്, പിന്നെ മൃദുലേട്ടൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു അനിയനായിട്ട് നിൽക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയായിരുന്നു ആക്ച്വലി ഒരു ഓഡിഷൻ ആയിരുന്നു പിന്നീട് പറഞ്ഞത്. അപ്പൊ ആസിക്ക ഫസ്റ്റ് വിളിച്ചു പറഞ്ഞ സൗബിക്കനെ, ഞാൻ നിന്റെ ചെക്കൻ എടുത്തിട്ടുണ്ട് ബിടെക്കിലേക്ക്. എനിക്ക് അത് ഏറ്റവും അടിപൊളി മൊമെന്റ് ആയിരുന്നു. ബാംഗ്ലൂർ എന്ന് പറഞ്ഞില്ല, ബാംഗ്ലൂരും ലൈഫിൽ വലിയതാ. അതായത് ബിടെക്കും ബാംഗ്ലൂരായിരുന്നു, രോമാഞ്ചവും ബാംഗ്ലൂരായിരുന്നു അല്ലേ? അപ്പോ ഈ ലൈഫ് രോമാഞ്ചം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലോട്ട് ഞാൻ ബാംഗ്ലൂർ വിചാരിച്ചത്. ബാംഗ്ലൂർ ആ കാലഘട്ടത്തെ ടെറേൻ ചെന്നൈയിലുള്ളൂ ഇപ്പൊ ബാംഗ്ലൂരിന്റെ. ഓ കറക്റ്റ്. അത് എനിക്ക് ലൊക്കേഷൻ ആയിട്ട് കാണിച്ച ചെന്നൈ ബാംഗ്ലൂരാണ്. ചെന്നൈ ഔട്ട്സ്കേർട്സിലായിരുന്നു ഷൂട്ട്. പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതെ, അവനോൻ ഇപ്പൊ ഇത്രയും കാലം സിനിമയിലിരിക്കുന്ന ഒരു ഇമേജ് ബിൽഡിങ്ങിന്റെ പ്രോസസ്സിൽ അവനോനെ പറ്റിയുള്ള ഒരു നമുക്കൊരു തിരിച്ചറിവുണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു? അത് ആദ്യം അശോകന്റെ മകൻ അങ്ങനെ. എന്റെ ഏറ്റവും പ്രശ്നം എല്ലാവരും മറ്റേ വീട്ടിലും ഭയങ്കര കൊച്ചി സ്ലാങ്. എനിക്ക് പക്ഷെ അത് ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കൊരു ചേച്ചി ഞാൻ ഈ പടം ചെയ്തെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ രീതി അതെനിക്ക് ഭയങ്കര ഇഷ്ടം കൊച്ചിയിൽ സംസാരിക്കാനായിട്ട്. അപ്പൊ ഞാൻ കംഫർട്ടബിൾ, എനിക്ക് എന്തും പറയാം, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച് ആലോചിച്ചിട്ടൊക്കെ പറയേണ്ടി വരും. അപ്പൊ അത് മാത്രം ഒന്ന് ചെക്ക് കെയർ ചെയ്ത് അതിന് എപ്പോഴും എല്ലാവരും പറയാറുണ്ട്. അല്ലാണ്ട് അങ്ങനെ ചില മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ അതും ശ്രദ്ധിച്ച് പറയും. ഞാൻ മറ്റേ വെള്ളിക്കൂട്ടറാണ്, ഇടക്കിടക്ക് വെള്ളി അടിക്കും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ലൈഫ് നോക്കുമ്പോൾ ഐ തിങ്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് സിനിമാ കഥകളും സിനിമാ കാര്യങ്ങളും കണ്ടുവളർന്ന താങ്കളായതുകൊണ്ട് ഇതില് അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാവും സിനിമയിൽ ഇറങ്ങാൻ സമയത്ത്. ആദ്യം എനിക്ക് അറിയേണ്ടത്, ആദ്യം ഈ എന്താ ചെയ്യണ്ടേ എന്നറിഞ്ഞ സമയത്ത് വീട്ടിലെല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. നമ്മൾ ഈ സോഫയിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്നിട്ട് എക്സ്പ്രഷൻ വരും വീട്ടുകാർക്ക്, ഞാൻ എന്റെ മോനോട് ഇപ്പൊ ചെയ്യണതാ, ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചു നോക്കിയിട്ട് കൊറേ കണ്ടതാ. ഇപ്പൊ പക്ഷെ അതില്ല. വീട്ടിൽ വരുമ്പോ സന്തോഷം ഒന്ന് ഇരിക്കും കുറച്ചു നേരം. ആ ഒരു ഇതിലേ നമുക്കൊരു മുന്നിലോട്ട് വീട്ടുകാരെ ബോധിപ്പിക്കുന്നത് വേറെ, പക്ഷെ നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടല്ലോ, എന്ന് ചെയ്യും അല്ലെങ്കിൽ എനിക്കിതാവും ഇതല്ലെങ്കിൽ ഐ എം ഐ ഗുഡ് ഇനഫ് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. എനിക്ക് സത്യമല്ല, ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്ന് ആക്ച്വലി അറിയാൻ പാടില്ലായിരുന്നു. ബികോം പാസ്സായിട്ടില്ല, 3 സപ്ലി ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി വന്നപ്പോ കൺഫ്യൂസ്ഡ് ആയി പോയി. പക്ഷെ ചേച്ചി നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, അവിടെ തീർന്നു കഴിഞ്ഞു മോനെ. ചേച്ചിനെ കണ്ടുപിടി, അപ്പുറത്തെ വീട്ടിലാളെ കണ്ടുപിടി, ആൾക്കാരില്ല, അതങ്ങനെയാണ്. അപ്പോ ഒരു പോയിന്റില് ഞാൻ 1 വർഷം ബ്രേക്ക് എടുത്ത് കോളേജ് എല്ലാം കഴിഞ്ഞിട്ട് 1 വർഷം വെറുതെ ഇരിക്കട്ടെ, കാരണം അത്ര നാൾ വെറുതെ സമ്മതിച്ചു കേട്ടോ. വീട്ടിൽ കണ്ടോണ്ടിരിക്കേണ്ട ഇല്ല, ഞാൻ DJ ആയിരുന്നു ആ സമയത്ത്. പണിയെടുക്കുന്നുണ്ട്, പൈസ കുറച്ച് വലിയ പൈസ അവനോനുള്ള പെട്രോൾ നോക്കാം, അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ അതെല്ലാം ചുരുട്ടിക്കൂട്ടി അച്ഛൻ കൊണ്ട് വെറ്റ്.
ഇനി അത് അടക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗ്രാജുവലി സിനിമ തപ്പാൻ തുടങ്ങി, ചാൻസ് വഹിക്കാൻ തുടങ്ങി. അമ്പൂക്ക, അമലേട്ടൻ, സമീർക്ക, ആദ്യമായിട്ട് മറ്റേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത്. അപ്പൊ അങ്ങനെ രസമായിരുന്നു ആ ഒരു പ്രോസസ്സ്. പിന്നെ എങ്ങനെയോ അച്ഛൻ അന്ന് പറഞ്ഞു തരുന്ന ചില കാര്യം, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ പറഞ്ഞു ചില കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും അത് കയപ്പായിട്ട് ദേഷ്യമായിട്ട് തോന്നിയത്. ഇപ്പൊ അത് മധുരമായി തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എന്നെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പെട്ടെന്ന് വിശ്വസിക്കും. അപ്പൊ എപ്പോഴും അച്ഛൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പത്തെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കാരണം ഇതാണെന്ന് ആർക്കും അറിയില്ല. എന്നെ പെട്ടെന്ന് മറ്റേ റിമോട്ട് കൺട്രോൾ പോലെ നൈസായിട്ട് ഞാൻ വിശ്വസിച്ച് ഞങ്ങളുടെ കുറെ കൂടെ പോകും. അർജുന്റെ റോബോ. അപ്പൊ അത് നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് എന്നെ പറ്റിക്കൊന്നുമില്ല, കമോൺ, അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള ആൾക്കാർ, എന്റെ ചേട്ടന്മാര് അതിനെ പറ്റിക്കൊന്നുമില്ല, ഒന്ന് പോവാച്ചാന്നൊക്കെ. പക്ഷെ ഇപ്പൊ നല്ല പണി കിട്ടിയപ്പോ ശരിയായിരുന്നല്ലേ ആ ഒരു. അതെ, പക്ഷെ ആ ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടല്ലോ അത് ഞാൻ നമുക്ക് എല്ലാവർക്കും ഏത് പ്രായത്തിലും. ഇപ്പൊ ഞാൻ സന്ദീപോട് ചോദിച്ചു, 28 വയസ്സായ സന്ദീപ് ആണെങ്കിലും നിങ്ങൾക്ക് അതിലും കൂടുതൽ വയസ്സില്ലേ സന്ദീപിന്? അപ്പൊ കുഴപ്പമില്ല, അപ്പൊ പറയാം. അപ്പൊ 1993 ജനനം. സോ കണക്ക് കുഴപ്പമില്ലല്ലോ. ഞാനത് എങ്ങനെ പെട്ടെന്ന് വന്നു പോയിട്ടുണ്ട്, ഞാൻ ഇത്ര നല്ലതല്ല കണക്കില്. അപ്പോൾ ഈ ട്രസ്റ്റ് ഫാക്ടർ വരുന്നത് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ എന്ന് വെച്ചെങ്കിൽ എങ്ങനെ ഒരാളെ വിശ്വസിക്കാതെ പറ്റില്ലല്ലോ ലൈഫിൽ, എസ്പെഷ്യലി വെൻ യു ഹാൻഡിൽ വിത്ത് യുവർ മണി, റോൾ, പീപ്പിൾ, യുനോ. എങ്ങനെ പിന്നെ വിശ്വസിക്കാം എന്നുള്ളൊരു നമ്മള് ഞാൻ വിശ്വസിച്ച രീതിയിൽ വിശ്വസിക്കരുത് തന്നെ. ബ്ലൈൻഡ് ആയിട്ട് ഫുൾ കാര്യങ്ങളും ഒറ്റയടിക്ക് എല്ലാം അങ്ങനെ കൂടെ പോകുന്ന രീതിയിലൊന്നും ആവരുതെന്ന് പറഞ്ഞു. ഇപ്പോഴും ട്രസ്റ്റിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു ലിമിറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെച്ചിട്ട് വെക്കുന്നതാണ് ഏറ്റവും സേഫ്. നമ്മൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യും. അതിനെക്കാളും നല്ലത്. വെരി ഗുഡ്. 2023 ഒരു ഇന്റർവ്യൂ താങ്കളെ കുറിച്ച് എഴുതിയത് നീലിമ മേനോൻ, വായിച്ചിട്ടുണ്ടോ? ഇൻ ന്യൂസ് മിനിറ്റിൽ ആ കുട്ടി താങ്കളെ പറഞ്ഞൊരു കാര്യം വെച്ചെങ്കിൽ എവല്യൂഷൻ ഓഫ് അർജുൻ അശോകൻസ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. വായിച്ചിട്ടില്ലല്ലോ? എന്നാ നീലിമ സോ നീലിമ എഴുതിയ കാര്യത്തിലേക്ക് വളരെ ശ്രദ്ധിച്ചെന്ന് വെച്ചെങ്കിൽ ഇതേ സാധനം, അതായത് സ്കെയറിങ് ആയിട്ട് ഈ കണ്ണും ഈ ചിരിയും ചെയ്ത് വരതനും, എന്നാൽ അതേമാതിരി വളരെ എന്താ പറയുക നിഷ്കളങ്കനായിട്ടുള്ള ഒരു രോമാഞ്ചത്തിലെ ഒരാളും, അതിൻ്റെ മുകളിൽ തന്നെ ബിടെക്കും. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഈ ഇവോൾവിങ് ഉണ്ടല്ലോ, ഈ അഭിനയം ഇഷ്ടം എന്താ വെച്ചെങ്കിൽ ആക്സിഡൻ്റലായിട്ട് അഭിനയിക്കാൻ വന്നതാണ് താങ്കൾ. ഇത് മനസ്സിൽ ഏടിയാവണോ അതാവണോ ഇതാവണോ എന്ന് ആലോചിച്ചിട്ട് വരുമ്പോൾ ഇതിൽ ഈ ഒരു പഠനം, അതിനൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, ഈ ഒരു ഡെവലപ്പിംഗ്, അത് ഡയറക്ടേഴ്സിന് മുമ്പിൽ ആണോ? എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ അത് തുടക്കം കിട്ടിയ സോബിക്കയുടെ അടുത്ത് തന്നെയാണ്. കാരണം പറവാൻ തന്നെ സിനിമയിലേക്ക് കയറുമ്പോൾ നിന്റെ ക്യാരക്ടർ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ 3 മാസത്തോളം മട്ടാഞ്ചേരി അവരുടെ തന്നെ ഉണ്ട്. പ്രീ പ്രൊഡക്ഷൻ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷനും കൂടെ തന്നെ ഉണ്ട്. അവിടെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഏരിയയിൽ പോയിട്ട് എൻ്റെ അടുത്ത് പറയും, ആ മച്ചാനാണ് നിന്റെ ശൈലി, നീ വേണമെങ്കിൽ നോക്കി പഠിച്ചോ. പുള്ളി കയ്യിൽ വെറുതെ ഒരു കർച്ചിഫൊക്കെ പിടിച്ചിട്ടുണ്ട്, കണ്ട, അതെടുത്ത് ഇനി മറ്റേ മുണ്ടിൻ്റെ ഇടയിൽ വെക്കും, പിന്നെ ആ നിപ്പൊക്കെ നോക്കിക്കോ. അപ്പൊ ഞാൻ അപ്പൊ അവിടെ നിന്ന് നമ്മള് മോൾഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഒരു ക്യാരക്ടർ ആകുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള പരിപാടി പിടിക്കും. അതൊക്കെ അവിടെ നിന്ന് കിട്ടി. പിന്നെ ആക്ച്വലി എനിക്ക് ഒരു വേദി അല്ലെങ്കിൽ ഒരു മോൾഡിങ് നടന്നത് രാജീവേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ വർക്ക് ചെയ്തപ്പോൾ തുറമുഖം. അതില് വൻ പരിപാടിയായിരുന്നു എനിക്കത്. കാരണം വെച്ചാല് ഒരു AD അല്ലെങ്കിൽ ഫിലിം മേക്കർ ആവാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഒരു ആക്ടറിന് പഠിക്കാൻ പറ്റും ഡയറക്ടർ. കാരണം ആക്ടറാണ് എപ്പോഴും ഡയറക്ടറിന്റെ കൂടെ നിൽക്കണത്, കൂടെ ഉണ്ടാവും ക്യാമറ. അല്ലെങ്കിൽ അത് മാത്രമല്ല, രാജീവേട്ടൻ DOP ചെയ്തിട്ടുണ്ട് ആ പടത്തില്. അപ്പൊ ഫുൾ ടൈം കൂടെ ഉണ്ട്. എന്താണ് നോക്കുക, എന്താ ചെയ്യണേ, അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണേ, ആ സീൻ എങ്ങനെയാ. അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതലും. അല്ലെങ്കിൽ തുറമുഖത്തിന് ആക്ച്വലി ആദ്യത്തെ 2 ദിവസം എൻ്റെ അടുത്ത് വന്ന കാര്യം പറഞ്ഞോളൂ, പിന്നെ എൻ്റെ അടുത്ത് വേണ്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് അതും ചിദംബരം ചേട്ടൻ ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര രസമായിരുന്നു. പിന്നെ അവര് വന്നിട്ട് നന്നായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര മൂടാണ് ആ സമയത്ത്. കാരണം ആക്ച്വലി എന്റെ ക്യാരക്ടർ ചേട്ടനായിരുന്നു, വിപിൻ ചേട്ടന്റെ ഹംസ. അത് അനിയനാക്കി ഓഡിഷൻ കഴിഞ്ഞപ്പോ. അതൊക്കെ ഒരു പൊളി. അതാണ് ഈ ഒരു പ്രോസസ്സിൽ എനിക്ക് അർജുന ഏറ്റവും എളുപ്പമായി ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുറെ ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൂ. ഇത്ര ഈ 10 കൊല്ലത്തിൽ. അപ്പൊ ആദ്യത്തെ 2-3 കൊല്ലം വിട്ടേക്കും. എന്നാലും എനിക്ക് ഞാനും എൻ്റെ മകനും എന്തോ വിരുദ്ധ ചിരിച്ച് കാണുന്ന സീൻ ഏതാണെന്നറിയോ? ജാനേമല്ല നിങ്ങളുടെ കാറിന് മുകളിൽ ട്രോളി വന്ന് വീഴുന്ന സാധനം. അതൊന്ന് പറഞ്ഞു തരും. കാരണം കോമഡി എന്താ പറയുക, എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടം. അതെന്റെ സ്വന്തം വണ്ടിയാണ് ഉപയോഗിച്ചത്. പറഞ്ഞില്ല, എൻ്റെ അടുത്ത് മിണ്ടിയില്ല.
ഞാൻ ഒന്നാമത് ഇതിന്റെ ബോണറ്റിന്റെ മേളിൽ ക്യാമറ മൗണ്ട് ചെയ്തിട്ട് ചളങ്ങിട്ട് ദേഷ്യത്തിൽ ഇരിക്കണേ. ഓ ഗോഡ്. ഞാൻ മറ്റിങ്ങനെ പറയണേ, നിങ്ങൾക്ക് വാടക കൊടുക്കാൻ ഇരിക്കാൻ വേണ്ടി എന്റെ വണ്ടി എടുത്തിട്ട് നോക്കി കാണിച്ചിട്ടുണ്ട്, ഇത് നിങ്ങളാരെങ്കിലും എന്ത് പറയുന്നത്? അച്ഛൻ്റെ വണ്ടിയായിരുന്നു BM. ഞാൻ അച്ഛനെയും പറയണം, അച്ഛനോടും പറയണം. മിണ്ടിയിട്ടുള്ള അച്ഛൻ്റെ അടുത്ത് അറിയില്ല അത്. അച്ഛൻ ഇപ്പോഴും അറിയില്ല അത് വിറ്റാ വണ്ടി. അപ്പൊ ഇങ്ങനെ നിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നിട്ട് പറഞ്ഞ് ടയറിലായിരിക്കും മുട്ടിക്കണം. അപ്പൊ ഒന്ന് റിയാക്ഷൻ ബേസിലിട്ട് ഒറ്റലോയിക്കിട്ട് അറ്റിഡിഷ് ആ ഒരു ഞെട്ടലോ ഉള്ളിന്ന് പറഞ്ഞ ഞെട്ടലാണ്. എന്തൊരു തമാശ ഞാൻ ചിരിച്ചത്. ഈ സീനൊരു എൻ്റെ വീട്ടിലെ യൂട്യൂബിൽ ആ ശാലു മോനെ ഇരുന്ന് കാണാൻ ചിരിക്കുന്ന സീനാ. അപ്പൊ അത് സ്വന്തമായിട്ട് ദണ്ണം ഉണ്ടാവുമല്ലോ സ്വന്തം കാര്യം മേടിച്ച. ബിക്കോസ് അതുകൊണ്ട് ഇപ്പൊ ജാനമേനിൽ തന്നെ നമ്മുടെ ആ സിനിമയുടെ കമ്പനി നിങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാ കളിയും കളിക്കുന്ന എല്ലാവരും കൂടിയിട്ട്. പക്ഷെ ദാറ്റ് ഐ റിയലി ലൈക്ക് ദാറ്റ് മൂവി വേർ ഐ തിങ്ക് അതാണോ ഇനിയും ഡിഫൈനിങ് മൊമെന്റ് ജാനമൻ ആണോ? അതോ ജാനമനിൽ അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് എല്ലാവരും കൂടി വർക്ക് ചെയ്യാൻ നമ്മളെ പിന്നെ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമാണ്. അപ്പൊ നമ്മള് ജോലി കിട്ടിയേ എന്നുള്ള സന്തോഷമായിരുന്നു. മറ്റേത് വീട്ടിലിരുന്ന് പണ്ട് കാലത്ത് ഒരു കംപ്ലൈന്റ് ആരോ എഴുതി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അതൊരു ക്രിട്ടിക് കുറച്ചുകൂടി ചൂസ് ചെയ്യണം അർജുൻ അശോകൻ സിനിമയ്ക്കാണ്. അത് ഇപ്പോഴും പ്രാവർത്തികമാണോ അങ്ങനത്തെ ഒരു കാര്യം? ചൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജസിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ അല്ല ഇപ്പോഴും ഒരു കഥാപാത്രം കഴിയുമ്പോൾ അത് വെച്ച് കണ്ടിട്ട് ജഡ്ജ് ചെയ്തിട്ട് എനിക്ക് കഥ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് വരുന്ന കഥയിൽ നിന്ന് ബെസ്റ്റ് എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പൊ രോമാഞ്ചമാണെങ്കിൽ കാസ്റ്റിംഗ് വേറെ ആയിരുന്നു, ആള് മാറി വന്നാണ്, പെട്ടെന്ന് വിളിച്ചാണ് എന്നെ. ഭാഗ്യം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ അതൊരു അത്ഭുതമാണ്. സൗബിക്ക് വിളിച്ചാണ്, സൗബിക്ക് വിളിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് നീ വാ. നിങ്ങളുടെ ജീവിതത്തിലെ ഏഞ്ചൽ സൗബിൻ ഷാഹിറാണ്. ഓഫ് കോഴ്സ് രണ്ടുപേരുണ്ട്, ആസിക്ക സൗബിക്ക. അങ്ങനെ ആ പരിപാടി. അപ്പൊ അതിൽ നിങ്ങളല്ലാണ്ട് വേറെ ആളെ എനിക്ക് ആലോചിക്കാൻ വയ്യ. അതിപ്പോ അങ്ങനെ നമ്മളത് സെറ്റ് ആയതുകൊണ്ടാണ്. എത്ര സമയം പിടിച്ച ആ ഒരു ഒഴുക്കിലേക്ക് പെടാൻ? ആകെ 10 ദിവസം ഷൂട്ട് ഉണ്ടായുള്ളത്. പിന്നെ അതിലപ്പോ ആദ്യത്തെ 2 ദിവസം കൊണ്ട് സെറ്റായി. വലിയ പരിപാടി ഇല്ല, സ്റ്റക്ക് അടിച്ച് കാണുമ്പോ. പക്ഷെ സ്റ്റക്ക് അടിച്ച് നിക്കണ്ടേ? നിങ്ങളുടെ ചിരിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അതില് ഭാഗ്യത്തിന് എന്താ പറയുക, ഞാൻ ആ സമയത്ത് കുറച്ച് ചബ്ബിയായിരുന്നു, കുറച്ച് ഗെയിൻ ചെയ്തിട്ടുണ്ട് വെയിറ്റ്. അപ്പൊ മറ്റേ ഇരിപ്പും ആ നടത്തമൊക്കെ കുറച്ച് രസമുള്ള പരിപാടിയായിരുന്നു. ബിരിയാണി അപ്പൊ 2 ദിവസം എടുത്ത്. പിന്നെ ജിത്തു ചേട്ടന് കറക്റ്റ് ഐഡിയ ഉണ്ട് എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയാം. ഞാൻ പറയാം, അപ്പൊ അത് പിടിച്ചോ. അത് പിടിച്ച് പിന്നെ ട്രാക്കിൽ അങ്ങ് പോയി. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ജീവിക്കുന്ന താങ്കൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ അച്ഛനും മോഡുള്ള ഒരു റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ടോ? കാരണം യു ആർ ഓൾസോ പാരന്റ്. ഇവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് മാറി. അപ്പൊ ഞാൻ ഇങ്ങനെയായിരുന്നല്ലോ ഇപ്പൊ ഞാൻ എന്താണെന്ന് അറിഞ്ഞപ്പോ ഇതൊക്കെ ഇരിക്കില്ല സന്തോഷം. പിന്നെ ഒബ്വിയസ്ലി മാറും. നമ്മൾക്ക് ഓരോ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വിലയും അതിന്റെ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. എനിക്ക് ഇപ്പൊ അൻവി ഉണ്ടായപ്പോ ലൈക്ക് ഇപ്പോഴും ആലോചിക്കുന്ന ആളെ കെട്ടിച്ചൂടും എന്തായിരിക്കും വിഷമം, അത് ഇപ്പോഴും ആലോചിക്കുന്ന ഒരു ആവശ്യമില്ല, എനിക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോവും. അത് എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞു. അതാണ്. സോ പക്ഷേ ഈ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഞാനിപ്പോ കൊച്ചുകുട്ടിയാണല്ലോ. സോ വാട്ട് ഇസ് ദാറ്റ് യു ചെറിഷ്? ഇപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴൊന്നും വീട്ടിലുണ്ടാവാൻ പറ്റില്ല, എന്നാലും എന്താണ് സാധാരണ തിരിച്ചു വരുമ്പോൾ മിസ് ചെയ്യുന്ന തിരിച്ച് കാണുന്ന ഒരു കാര്യം? ഞാൻ ഈ കുറച്ച് ഇപ്പൊ 1 year ആയിട്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് പീസ്ഫുൾ ആണ് ഭയങ്കര. പക്ഷെ അത് ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്തേക്കണ നിക്കിത്തയാണ്. ഞാനില്ലെങ്കിലും എന്റെ പ്രസൻസ് അറിയിക്കുക. ഇപ്പൊ അവള് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തത് അച്ഛൻ മേടിച്ചു തന്നത് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവളത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് അൻവിനെ. അതുകൊണ്ട് ഞാൻ വരുമ്പോ മറ്റേ പരിചയമുണ്ട്, അല്ലെങ്കിൽ ആരാന്ന് ചോദിക്കും ചിലപ്പോ. അപ്പൊ അത് അവിടെ പ്രോപ്പറായിട്ട് അവള് ഡീൽ ചെയ്യുന്നോണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോഴും ആ ഒരു ബ്രേക്ക് വന്നാലും ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോഴും ആ സ്നേഹത്തോടെ തന്നെ അവൾ എന്നെ കാണുന്നത്. എന്താ പറയുക, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. ബട്ട് വെനെവർ യു ഫീൽ ഒരു കയോസിലിരിക്കുന്ന സമയത്ത് അന്ന് പുറത്തേക്ക് വരാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ? വണ്ടി എടുത്ത് ഓടിക്കും. അത് കേക്കട്ടെ, വണ്ടി ഡ്രൈവിങ്ങിന്റെ കഥകൾ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. നല്ല പാട്ടും വെച്ച്. ഒറ്റക്ക് കൂപ്പർ ആണെങ്കിൽ എക്സോസ്റ്റും പൊട്ടിച്ച് ഓടിക്കും. അതൊരു മറ്റേ ചെറിയ സിംഫണിയാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ട് വണ്ടി നിർത്തുമ്പോഴേ ഈ കയോസ് മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടാവോ? ഏകദേശം കുറച്ചൊക്കെ നടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതങ്ങനെ കിടക്കും, കിടന്നാലും നമുക്ക് പണിയെടുക്കാനുള്ള ഒരു മൂഡ് വരുള്ളൂ. കറക്റ്റ്. പക്ഷെ അതാണ് നമ്മൾ ഈ യാത്രകളിലെ ഒബ്സർവ് ചെയ്യുന്ന കാര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഒന്ന് പ്ലെയിൻ മൈൻഡ് ഔട്ട് ആയിപ്പോവും. വണ്ടി കയറി പാട്ടൊക്കെ ഇട്ട് ഞാൻ കൂടെ പാടും. പിന്നെ വേറെ ഒന്നും ചിന്തിക്കണ്ട, അടുത്ത ലിറിക്സിനെ പറ്റിയാണ് ചിന്തിക്കണം.
പാട്ടുകൾ എന്തും എന്തും കേൾക്കും. എന്ത് ടൈപ്പും, അടിപൊളി. പഴയ മലയാളം തൊട്ട് പുതിയ സൈക്കഡലിക് വരെ കേൾക്കും. പക്ഷെ ആക്ടിങ്ങിന്റെ പ്രോസസ്സിലെ പാട്ട്, ഡാൻസ്, അഭിനയം, കരച്ചിൽ, കോമഡി, ഇത് ആദ്യകാലങ്ങളിൽ കഷ്ടപ്പെട്ടുള്ള ഒരു സാധനമായിട്ടുണ്ടാവും. ഇപ്പോഴും ഇപ്പൊ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന ഇതിലാണ്. റിപ്പീറ്റ് വരാതിരിക്കുക ശ്രമിക്കുക. ചെയ്ത രീതിയിലല്ലാണ്ട് ഇപ്പൊ കരച്ചിലാണെങ്കിലും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ആസിക്കനെയാണ്. ആസിക്ക ചില പരിപാടികൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിഷ്കിന്താകാണ്ഡത്തിലൊക്കെ എന്താ സാധനം പിടിക്കണം. കുട്ടി പോയി സമയത്ത് കണ്ടത് അത് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് പിടിക്കും. അതാണ് ആസിക്കയുടെ. അതൊക്കെ കണ്ടാ പഠിക്കണേ, ട്രൈ ചെയ്യണ്ട നമ്മള്. പക്ഷെ താങ്കളുടെ ചിരി താങ്കൾക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ വിനയാകുമോ? കാരണം റിപ്പീറ്റ് വരാൻ ചാൻസ് ഉണ്ടോ? ചിരി എല്ലാവരും ചിരി ഒരേ ചിരിയല്ലേ. ചിരി മാറ്റി വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റേ ഫില്ലേഴ്സ് ഒക്കെ അടിക്കട്ടെ. നല്ല ചിരിയെന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ പറഞ്ഞില്ലേ റിപ്പീറ്റ് വരാതിരിക്കാൻ നോക്കണം. ചിരി കരച്ചിലെ ശൈലി മാറ്റാം, ചിരിയുടെ ശൈലി മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ചിരിക്കുന്ന രീതി മാറ്റാൻ പറ്റാ. അല്ലാണ്ട് ഈ ചിരി എപ്പോഴും അങ്ങനെ അങ്ങനെ വരുള്ളൂ. എനിക്കറിയാൻ പാടില്ല, അങ്ങനെ അറിയണം, അത്ര മതി. അല്ല, കരച്ചിൽ എങ്ങനെയാ സ്ക്രീനില്? ബുദ്ധിമുട്ടാണോ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യ സമയത്തൊക്കെ. പിന്നെ ഇപ്പം അതൊരു മീറ്റർ അല്ലേ, അവരെന്നെ പറയും ഏയ് ഓവർ വാ കുറച്ച് കുറയ്ക്ക്. അത് അവരെ ട്യൂൺ ചെയ്യും കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഏത് സിനിമയിൽ ഏറ്റവും കരച്ചിൽ വന്നേക്കണേ? ബ്രഹ്മയുഗത്തിലാണോ? ബ്രഹ്മയുഗത്തില് പേടിച്ച് കരഞ്ഞേക്കണേ. പിന്നെ ഈ അൻപോട് കൺമണി എന്ന് പറഞ്ഞ ഇതിൽ വേറെ ഇമോഷണൽ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ മധുരത്തില് നിഖിലയുടെ അടുത്ത് സംസാരിക്കണം, അത് ആക്ച്വലി വേറെ രീതിയിലാണ് പറഞ്ഞേക്കണേ. അപ്പൊ അത് ഒരു സുഖമില്ലാത്ത രീതിയിലാണ് ഞാൻ അഭിനയിച്ചേക്കണേ ആ സമയത്ത്. ഡയലോഗ് ഡെലിവറി ഡബ് ചെയ്ത സമയത്ത് ചെയ്തപ്പോഴും ഒരു അഹമ്മദ് ഖാൻ അങ്ങോട്ട് ഒരു ഹാപ്പി പരിപാടി കാണുള്ള. ഞാൻ പറഞ്ഞു തീർന്നത് ലാസ്റ്റ് ഡബ് ആയിരുന്നു. ഒരു ടേക്ക് കൂടി പോവാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ വേറൊരു രീതിയിൽ വെറുതെ പറഞ്ഞു നോക്കി. അതും കൊള്ളാലോ, ഇത് ഫിക്സ്. അപ്പൊ ഞാൻ അഭിനയിച്ച മീറ്റർ വേറെ, ഡബ് ചെയ്ത മീറ്റർ വേറെ, ഞാൻ പറഞ്ഞ ശൈലിയും വേറെയാണ് രണ്ടിലും. അപ്പൊ എനിക്ക് അവിടെയാണ് മറ്റേ സാധനം ട്രിഗർ. നമുക്ക് ഡബിലും കുറെ കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നുള്ളത്. അത് നല്ല രസമായിരുന്നു. ഈ കൊല്ലം ഒരുപാട് സിനിമകളിൽ ഞാൻ നേരത്തെ പറയണ്ടായി. തമിഴ്നാട്ടിലുള്ള അരങ്ങേറ്റം തമിഴ്നാട്ടിൽ അരങ്ങേറ്റം കഴിഞ്ഞ ആക്ച്വലി ഒരു വർഷം മുമ്പ്. അതിപ്പോഴും ഇറങ്ങിയിട്ടില്ല. AL വിജയ് സാറിന്റെ ഒരു പടം. ആണോ? അതേത് സിനിമ? അത് ലവ് റിപ്പീറ്റ്, കാതൽ റിപ്പീറ്റ്, അങ്ങനെ എന്തോ. അത് വന്നിട്ടില്ല. അത് ഇറങ്ങാൻ പോണല്ലോ. അതിന്റെ ഇപ്പൊ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ബ്രോക്കോഡ്. അത് കഴിഞ്ഞ് മൂൺ വാക്ക് എന്ന് പറഞ്ഞിട്ട് പ്രഭുദേവ സാറിന്റെ അതിന്റെ ഒരു പ്രോമോ ഞാൻ കണ്ടു റഹ്മാന്റെ കൂടെ. അതാണ് അതില് ജസ്റ്റ് ഒരു 3 സീനുള്ളൂ. കൂടെ അഭിനയിച്ചു, അടിപൊളിയായിരുന്നു. അത് രോമാഞ്ചം പോലത്തെ ഒരു ക്യാരക്ടറാണ്. രോമാഞ്ചത്തിന്റെ എക്സ്ട്രീം ആണ്. അവരത് രോമാഞ്ചം കണ്ട് വിളിച്ച അവര് ആക്ച്വലി രോമാഞ്ചത്തിന്റെ അതേ ക്യാരക്ടർ കൊണ്ടിടാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു അത്, അപ്പൊ അവര് അതിനെക്കാട്ടും കിളിപോയ ഒരു ക്യാരക്ടറാക്കി. അതെ. ഈ ബ്രോക്കോടെ പറ്റി പറയൂ. ബ്രോക്കോഡ് തുടങ്ങാൻ പോകുന്നു, പ്രമോ ഷൂട്ട് പല നാടുകളിലേക്ക് വിരിഞ്ഞു ഈ ചിരി. അതെ അതെ, നല്ല സന്തോഷമായി എനിക്ക്. ഈ ബ്രോക്കോഡിന്റെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ചത്താപ്പച്ചയുടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് പനി പിടിച്ച് സൈഡായി മേലുവിനൊക്കെ ആയിട്ട് പോകണം ഇവിടെ നിന്ന്. അതപ്പം ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രോക്കോഡ് പ്രമോ ഷൂട്ട്. അപ്പോൾ എനിക്ക് പറ്റുള്ള നേരെ ചെന്നൈ ലാൻഡ് ചെയ്തിട്ട് സിംസി പോയി അഡ്മിറ്റ് ആയി. വെളുപ്പിന് 3:30 വരെ അവിടെ ആയിരുന്നു. എന്നിട്ട് നേരെ റൂമിൽ പോയി കിടന്ന് 8:30 ഇറങ്ങി. അപ്പൊ ഞാൻ ഫുൾ സൈഡായി ഇങ്ങനെ ഷൂട്ട് അലമ്പാവും കോമഡി ആവുന്നു. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈവനിങ്ങിനേ ഉള്ളൂ ഷൂട്ട്, റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനമായി. അപ്പൊ ഞാൻ ഡയലോഗ് പഠിക്കണമല്ലോ എന്ന് വെച്ചിട്ട് പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി, എല്ലാം വായിച്ചെല്ലാം സെറ്റായി. ഡയലോഗ് അല്ല, ഇതിൽ ആണുങ്ങൾക്ക് ഡയലോഗ് ഇല്ല, മിണ്ടായിരുന്നു. ഞാൻ എന്റെ മുന്നേ രക്ഷപ്പെട്ടു. സത്യജി എന്തോ ഒരു ഭാഗ്യം, ദൈവം കനിഞ്ഞു. അപ്പൊ പിന്നെ എന്റെ പനിയൊക്കെ പോയി. സാധാരണ വീട്ടില് ഇപ്പൊ ഒരുപാട് കാലം ഒരുപാട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വീട്ടിലിരുന്നാൽ അവനവൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ക്വർക്കി ഹാബിറ്റ് ഉള്ള ഒരു ഹോബി എന്തെങ്കിലും? എനിക്ക് ആക്ച്വലി DJing റീസ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കണം. ഞാൻ റിബിൻ ചേട്ടൻ്റെ അടുത്തൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു തുടക്കം കിട്ടാൻ എനിക്കിപ്പോ വർക്ക്ഔട്ട് ഫിറ്റ്നസ് പരിപാടി ഭയങ്കരമായിട്ട് കണക്ട് ആയി. അപ്പൊ അത് ഇപ്പൊ വീട്ടിൽ ദേഷ്യ
ആ വീട്ടിൽ വന്നാൽ ഇത് തന്നെ ജിമ്മ് 2.5-3 മണിക്കൂർ ജിമ്മ്. കുറച്ച് അസൂയ വരും. ഭയങ്കര ഒരു തെറാപ്പിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ഈ പോയി ചെയ്യുന്നവരെല്ലാരും പറഞ്ഞു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയാ. ഷർട്ടിന്റെ എൽ നല്ല എം ആവും അല്ലേ? ഓ മൈ ഗോഡ്. അപ്പൊ ഇനി മോളുടെ കൂടെയുള്ള ഉടുപ്പിട്ടാ മതി. പണ്ട് ആൾക്കാർ നമ്മളെ ഇങ്ങനെ ഒന്നും ആവാത്ത കാലത്ത് നമ്മളോട് മൈൻഡ് ചെയ്യില്ല, നമ്മളെ കൂട്ടത്തിൽ കൂട്ടില്ല. പിന്നെ നമ്മളൊരു കാലത്തിൽ നന്നാവുമ്പോൾ നമ്മളെ തിരിച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ലൈഫിൽ. ആ ആൾക്കാരെ തിരിച്ചു കയറ്റാറുണ്ടോ ലൈഫിൽ? എന്റെ പണ്ടത്തെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫ്രണ്ട്സ്. അന്ന് എന്നെ അവോയ്ഡ് ചെയ്തിട്ടില്ല ആരും, എന്നെ കൂടെ നിർത്തിയിട്ടുള്ളൂ. കാരണം നമ്മളെല്ലാവരും അന്ന് ഭയങ്കര സാധാരണ ഭയങ്കര ചില്ലായിട്ട് അടക്കുന്ന പനമ്പിള്ളേരിൽ തേരാപ്പാര അടക്കുന്ന കുറച്ച് ഗ്യാങ്ങുണ്ട്. വിഷ്ണു, എബി, നിക്സൺ, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ എപ്പോഴും ഫ്രണ്ട്സ്. വിഷ്ണു ഖത്തറിൽ പോയി. ഞാൻ അവനെ വിളിച്ചിട്ട് അവന്റെ ജോലി മോശമാണ്, ഇപ്പൊ നീ നിർത്തിയിട്ട് പോരെ, എന്റെ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ കൂടെയാണ്. എന്റെ ഇങ്ങനെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് ചില്ല് ചെയ്ത്. ഇപ്പൊ എന്റെ കാര്യക്ക് എന്റെ ഫ്രീഡം ഉണ്ട്, എനിക്ക് വണ്ടിയിൽ നിന്ന് സംസാരിക്കാനും എന്റെ കൂടെ ഉള്ള ഒരുത്തനെ വേണ്ടി എനിക്ക് പേടിക്കണം. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഉള്ളത് ദുബായിലാണ്. അതും വിഷ്ണു എന്ന് തന്നെ ഒരുത്തൻ, വിഷ്ണു, വിനീഷ്, റിച്ചു, സമദ്. ഇവരൊക്കെ ഞാനൊന്നും ഇല്ലാത്ത സമയത്ത് എന്നെ കൂടെ അവരെ ചില്ല് ചെയ്യാനും അവരുടെ ഫ്ലാറ്റ്സിലും അല്ലെങ്കിൽ ഫുഡ് മേടിച്ചാലും എല്ലാവരായിരുന്നു. അപ്പൊ ഇപ്പോഴും ഞാൻ ഒരു നല്ല നിലയിലേക്ക് എത്തിയപ്പോഴും അവരെന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ദുബായിൽ അവരെ ശല്യപ്പെടുത്തും പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരും ഇല്ല. കാരണം ആസിക സോബിക്കൊക്കെ ഫുൾ ടൈം ഷൂട്ടും കാര്യങ്ങളും തിരക്കാണ്, ഗണപതിയും തിരക്കാണ്, ബാലു ചേട്ടനും തിരക്കായിരിക്കും. അപ്പൊ ഞാൻ എന്തൊരു ബ്രേക്ക് കിട്ടിയാൽ അപ്പൊ തന്നെ ദുബായിലേക്ക്. എന്താ അവർ നിങ്ങളെ വിളിക്കുക? അച്ചു. എല്ലാവരും അച്ചു. അതെ. ഈ കൊച്ചുകുട്ടി കാലത്ത് അച്ഛൻ്റെ കൂടെ സെറ്റിൽ പോകുമ്പോഴേ അങ്ങനെ പ്രൊഫോൺ ഏതെങ്കിലും മെമ്മറി ഉണ്ടോ? അങ്ങനെ ദന്തിച്ച് നിന്നൊരു നിമിഷം? എനിക്ക് ലൊക്കേഷനിൽ പോകുമ്പോ ഈ ഇടക്കാണ് നമുക്ക് ഇത് എന്താണ് ലൈറ്റ് ഇതൊക്കെ മനസ്സിലായത്. ഇത് എന്തിനാ ലൈറ്റ് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ല. അന്ന് മറ്റേ ഭയങ്കര വലിയ ലൈറ്റ് ഒക്കെ അച്ഛൻ വലിയ ഭയങ്കര ചൂട്. ഒന്നാമത് ആ ഏരിയയിലേക്ക് വിടൂല എന്നെ. ഞാൻ ഭയങ്കര മറ്റേ കുർത്തക്കേടിന്റെ ആളായോണ്ട് അടങ്ങി വിട്ടിരുന്നോളാൻ പറയും. ഞാൻ പിന്നെ ഇല്ല, ഞാൻ ആ ലൊക്കേഷനിൽ ഇങ്ങനെ അടങ്ങി. അപ്പൊ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ വണ്ടടിപ്പിച്ചേക്കണത് എന്നെ ക്രെയിനിൽ കയറ്റി ക്യാമറയുടെ ഇടയിൽ കൂടി നോക്കിക്കായിരുന്നു. അപ്പൊ നമ്മള് ചിന്തിച്ചിട്ടില്ല ഇത്ര ഹൈറ്റ്ലി സാധനത്തിന് വെളിക്കറിട്ടൊക്കെ നോക്കാൻ പറ്റുമെന്നാണ്. അന്ന് പുലിവാൽ കല്യാണത്തിന്റെ സുമാർ ഞാൻ ദക്ഷിണയും കൊടുത്താൻ കയറി. വെരി ഗുഡ്, അടിപൊളി മൊമെന്റ്. ഇപ്പൊ അതേ ക്രെയിനിൽ താങ്കളെ നോക്കുന്നു, ക്രെയിൻ അല്ലേ, സർക്കിൾ. അതെ, അച്ഛൻ ഇപ്പൊ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവം, ഒരു ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് ഒരു വിശകലനം നടത്തിയിട്ടുണ്ടോ വീട്ടില്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ അധികം അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പടങ്ങൾ വരുമ്പോ അറിയിക്കും, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിളിച്ചറിയിക്കും. പിന്നെ എന്നെ കീറി മുറിക്കാറുണ്ട് പടങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. പക്ഷെ ഒരു കോംപ്ലിമെന്റ് വളരെ ഇമോഷണൽ ആക്കിയിട്ടുണ്ടോ? ആ തലവര റിലീസിന്റെ അത് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നിട്ട് പോയി, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏറ്റവും വലിയ പരിപാടി എനിക്ക് ഇതേപോലെ എന്നെ വണ്ടടിപ്പിച്ചത് തലവരുടെ റിലീസിന് തിയേറ്ററിൽ നിന്ന് ഒരു പ്രായമുള്ളൊരു അങ്കിൾ ഇറങ്ങി വന്നിട്ട് ഫുൾ നരയാണ് എന്നെ ഷൈക്കാൻ്റെ വന്ന്. പിന്നെ ഇങ്ങനെ കുറച്ചേരം നോക്കിയിട്ട് ഒറ്റ കെട്ടിപ്പിടുത്തും. ഞാൻ കുറച്ചേരം സ്റ്റക്കായി പോയി. എനിക്ക് എന്ത് ചെയ്യണം, ഇനി ഞാൻ റിയാക്ട് ചെയ്യണോ, ഞാൻ കെട്ടിപ്പിടിക്കണോ, ഞാൻ മൊത്തം ഫ്രീസ് ആയി പോയി. ഭയങ്കര ഇമോഷണൽ ആയി പോയി. എനിക്കതൊരു വൻ ഇപ്പോഴും ഇല്ല. ഞാൻ സ്റ്റക്കായി പോയി. സ്റ്റക്ക് കഴിയില്ലേ? ഇല്ല, തിയേറ്ററിന് അത്ര ആൾക്കാർ ഇറങ്ങി വന്നോണ്ടിരിക്കണേ. ഞാൻ പിന്നെ നോക്കി ഒരു മോനുണ്ടായി, റീൽ എന്റെ ഉണ്ട്, വീഡിയോ എന്റെ ഉണ്ട്. അത് അയ്യോ, അങ്ങനെ അറിയിച്ചില്ലല്ലോ, കഷ്ടമായി പോയി. ചില നല്ല കമന്റുകൾ വരും. ഞാൻ ഐ എം നോട്ട് ടോക്കിംഗ് വിത്ത് ട്രോൾസ് ഓർ എനിത്തിങ്. പക്ഷെ നല്ല ചില മനസ്സിന് വായിക്കാൻ വീണ്ടും വീണ്ടും പോയി വായിക്കാൻ തോന്നുന്ന നല്ല മലയാളത്തിൽ എഴുതിയ കമന്റുകൾ ഉണ്ടാവും. അങ്ങനെ ഒന്നും മനസ്സിലുണ്ടോ? തുടക്കകാലത്ത് വരാറുണ്ട്, പിന്നെ ഇപ്പൊ എല്ലാം മിക്സ്ഡ് ആണ്. തുടങ്ങിയ സമയത്ത് അച്ഛന്റെ മോനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. എപ്പോഴെങ്കിലും സിനിമയല്ലായിരുന്നു അന്ന് സൗബിൻ വിളിച്ച് പറവയിൽ തന്നില്ലായിരുന്നെങ്കിൽ അടുത്ത ഒരു ജോലി ഓപ്ഷൻ ബി സിനിമയല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? ഔട്ട്സൈഡ് സിനിമ. എനിക്ക് കാർ വാഷ് ഉണ്ടായിരുന്നു. കാർ വാഷ് എല്ലാം കാറിലാ പോവാ. വണ്ടി ഓടിക്കുക, വണ്ടി കുളിപ്പിക്കുക. നമ്മളെ സ്നേഹിച്ചോണ്ടിരുന്നോളൂ, നമ്മൾ മര്യാദക്ക് വെക്കുക. നല്ല കാര്യം. ഇപ്പൊ എത്ര വണ്ടികൾ വാങ്ങി? അങ്ങനെ വണ്ടി ഇല്ല, അങ്ങനെ സമ്മതിക്കാനുള്ള വീട്ടിൽ ഇങ്ങനെ
നീ ആദ്യം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അസറ്റ് മേടിക്കുന്ന പറയണം ഇപ്പൊ. ഒരു ചെറിയ കൂപ്പർ കൊണ്ട് ഒരു BM ഇപ്പൊ ഈ ഇടക്ക് എടുത്ത്. പിന്നെ അടുത്തത് ഇല്ല. പിന്നെ ഒരു RD350 എടുത്ത്, പഴയ ബൈക്ക്. അതായിട്ട് മൂന്നാറൊക്കെ പോയായിരുന്നു. അപ്പൊ ഈ കാറ് പക്ഷെ അങ്ങനെ ഒരു കാർ ഇത് മേടിച്ച് അത് വിൽക്കണം അങ്ങനെ ചിന്തയില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു X5 മേടിക്കാന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇനി വേറെ വെരി ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് വൺ. ഈ നമ്മളെ ഞാനൊക്കെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴും കാണുന്ന റീലുകളിൽ ചിലത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്ര സമയം പിടിക്കും അത് ഫോളോ ചെയ്യാൻ? ഏതാ നമ്മൾ സാധനം കണ്ടത് കൊള്ളാലോ, ഇയാളെ ഫോളോ ചെയ്യണം തോന്നാൻ എത്ര സമയം പിടിക്കും? കുറച്ച് സമയം പിടിക്കും. പിന്നെ മതി വന്നോണ്ടിരിക്കണം അല്ലേ? പിന്നെ ഞാൻ മ്യൂസിക്കൽ പരിപാടികളാണ് കൂടുതലും. അക്സോമിനിയാക് എന്നൊക്കെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. എന്ത് പാട്ടാണ് അവന്റെ, പാപമായി എന്നൊരു പാട്ടുണ്ട്. എനിക്ക് അതുപോലെ ഗബ്രി, വൻ ആർട്ടിസ്റ്റുകളാണ്, വൻ ലൈനപ്പാണ് നമുക്ക്. അത് മാത്രമേ കാണുള്ളൂ. അത് എനിക്ക് കൂടുതൽ പറ്റുന്നു. അതെ, താങ്കൾ പ്ലേ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും കൂടി ഒരു റൂമിലിരുന്നാൽ അതിൽ ഒരാളെ ഇറങ്ങി ഓടുന്ന ആരായിരിക്കും? ഉറപ്പാണ്. എല്ലാരും ചിലപ്പോ ഓടൂല, അവിടെ അനങ്ങാതൊക്കെ ഇരിക്കും. അതെ. വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ ആരായിരിക്കും അഡ്മിൻ? എനിക്ക് തോന്നുന്നു ജൂണിൽ ആനന്ദായിരിക്കും. നല്ല ക്യാരക്ടറാണ്, നല്ല ഉത്തരവാദിത്ത ബോധമൊക്കെ ഉള്ള ഒരുത്തരാണ്. മ്യൂട്ട് ചെയ്ത് വെക്കുക ആരായിരിക്കും? മ്യൂട്ട് ചെയ്ത് വെക്കുന്നത് വരദനിലെ ജോണായിരിക്കും. അവൻ എക്സിറ്റ് ആയി പോവും ഫസ്റ്റ് തന്നെ. ഗ്രൂപ്പ് ഒന്നും വേണ്ട. കണ്ണനായിരിക്കും അജഗജാന്തരത്തിൽ. കണ്ണൻ ആദ്യം തന്നെ ഫസ്റ്റ് നോണയാലാണെങ്കിലും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിടുന്ന ആരായിരിക്കും? എനിക്ക് സിനിമ തന്നെയാണ് എപ്പോഴും പറഞ്ഞത്. എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള ചാടിക്കൽ എന്താണ് ഞാൻ അവിടെ ഉണ്ടാവും സിനിമ. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ എന്താ പറയാ ഒരു ട്രബിളിൽ പെട്ടിട്ട് ഞാൻ അർജുൻ അശോകനാണ് എന്ന് പറഞ്ഞിട്ട് ട്രബിളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഞാൻ ഒരു വട്ടം വണ്ടി കൊണ്ട് ഇടിച്ച്. പക്ഷെ ചെറിയ ഇടിയാണ്, വലിയ ഇടിയല്ല. ഞാൻ മാപ്പ് നോക്കി, ഒരാവശ്യമില്ല മാപ്പ് നോക്കണ്ട, നേരെയാണ് പോയിക്കൊണ്ടിരിക്കണ. മറ്റേ റണ്ണിങ് ട്രാഫിക്കാണ്, മൂവിങ് ട്രാഫിക്കാണ്. ഇതിങ്ങനെ നോക്കി, എനിക്ക് ബോറടിച്ച് ഇങ്ങനെ നോക്കി, വണ്ടി നീങ്ങി. ഞാൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് നോക്കി, വണ്ടി നിർത്തി അറിഞ്ഞില്ല. ജസ്റ്റ് ചെറിയ തട്ട്. അതും മട്ടാഞ്ചേരിയിലായിരുന്നു. ചേട്ടന്മാരൊക്കെ വന്ന് സീനാക്കി. അപ്പം ഞാൻ പെട്ട്. എന്തോ ഭാഗ്യത്തിന് എന്നെ ഷൂട്ടിങ് കണ്ടിട്ടുള്ള ചേട്ടൻ അർജുൻ സൈഡിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ നോക്കി, പുള്ളി വന്ന് ഇടപെട്ട് നമ്മുടെ ചെക്കനാണ് പാവം കുട്ടിക്ക്. താങ്ക് യു ചേട്ടാ, അറിയാണ്ട് പറ്റിപ്പോയി ഇതൊക്കെ പറഞ്ഞു. ഏതൊരു മാലാക ഇങ്ങനെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പാളി. താങ്കളുടെ പേഴ്സണാലിറ്റി ഒരു കേരള സ്നാക്ക് ആണെങ്കിൽ പഴംപൊരിയോ പരിപ്പുവടയോ അങ്ങനെ എന്തായിരിക്കും? സമൂസ. നോർത്ത് ഇന്ത്യനോ സൗത്ത് ഇന്ത്യനോ? നമ്മുടെ സമൂസ. പിന്നെ അതുമാതിരി ഈ ഭക്ഷണമൊക്കെ ഇപ്പൊ ഭയങ്കര കൺട്രോൾ ആയിരിക്കുമല്ലോ അല്ലേ? ടെംപ്ടേഷൻ എങ്ങനെയാ കൺട്രോൾ ചെയ്യാ? അല്ല ഇപ്പൊ വിട്ട് പടത്തിനെ പറ്റി ആലോചിക്കും. അപ്പൊ ടെംപ്ടേഷനൊക്കെ പതുക്കെ. പക്ഷെ ഞാൻ അങ്ങനെ കട്ട ഡയറ്റ് പിടിച്ചിട്ടില്ല. കാരണം എനിക്ക് മറ്റേ ലീൻ അല്ലായിരുന്നു. എനിക്ക് മറ്റേ ഇങ്ങനെ വിരിഞ്ഞിരിക്കണ ഒരു വേണമായിരുന്നു പടത്തില്. മറ്റേ ബോട്ട് പണിക്കാരനാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇപ്പൊ ഞാൻ ലിമിറ്റ് ഉണ്ടാണെങ്കിലും നമ്മള് കഴിക്കായിരുന്നു. ഇതിപ്പോ മെയിൻറ്റെയിൻ ചെയ്ത് പോയി ഇങ്ങനത്തെ കുറെ നല്ല എന്താ പറയാ ജിം എന്തായാലും ഞങ്ങളുടെ തല മൊത്തം ഞാൻ ഏറ്റെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മുന്നോട്ടേക്ക് ചിന്തിക്കുന്ന ഒരാളാണോ? 5 കൊല്ലം 10 കൊല്ലം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, ഇന്നത്തെ കാര്യം. ലോൺ എടുക്കുമ്പോൾ മാത്രം ചിന്തിക്കും. 7 വർഷത്തേക്കുള്ള ലോണൊക്കെ എടുക്കുള്ളൂ. മണി മാറ്റേഴ്സ് നികത്തിയാണോ? അവനോട് ദുർച്ചെലവുണ്ടോ? എന്താ ഷോപ്പഹോളിക്കാണോ? അങ്ങനെ കണ്ടാ പെട്ടെന്ന് വാങ്ങിക്കുക? ഞാനാണെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം ചേച്ചി ഇപ്പോഴാണ് ഞാൻ സെറ്റിൽ ആയത്. അപ്പൊ ഇപ്പോഴേ എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ഇങ്ങനെ നോക്കി പോകുന്ന ഒരു പരിപാടി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ എൻജോയ് ഉണ്ട് വെച്ചാൽ ദൂർത്തടിക്കണല്ല, പക്ഷെ എന്നാലും ആവശ്യമുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആമസോണിലൊക്കെ കുറെ സാധനം ഓർഡർ ചെയ്യോ? ഇല്ല, പിന്നെ കടയിൽ കയറി മേടിക്കും. ഓ അങ്ങനെയാണ്, ഓൾഡ് സ്കൂളാണ്. മറ്റേത് എനിക്ക് ടെൻഷനാവും. 6 ദിവസം വെയിറ്റ് ഒക്കെ ചെയ്ത് സൈസ് മാറിയെങ്കിൽ പിന്നെ തിരിച്ചു കൊടുക്കും. ഞാനൊക്കെ അതിൽ ജീവിക്കണത്. റിട്ടേണിന്റെ ആൾ അപ്പൊ തന്നെ നിൽക്കും. പക്ഷെ അതൊരു ഭാഗ്യമായിട്ടോ അങ്ങനെ ആൾക്കാർക്ക്. എനിക്ക് ടെൻഷനാവും. മഞ്ഞ വരെ ഇട്ട് നോക്കണ ടെൻഷനായിരിക്കും ബുക്ക് ചെയ്ത്. അതന്നെ. അല്ല, ഈ ഒരു ഇങ്ങനെ നോക്കുമ്പോഴേ ഇപ്പൊ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ ആലോചന ഉണ്ടല്ലോ, ഈ ഒരു ഇതില് നമ്മളെപ്പോഴും വയ്ക്കും. താങ്കൾ ഈ ഒരു മൊമെന്റ് എപ്പോഴെങ്കിലും മുന്നേ ആലോചിച്ചിട്ടുണ്ടോ? ദാറ്റ് മീനോ യുവർ ഇൻ യുവർ എന്ത് വേണം നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഒരുപാട്. എന്റെ ആഗ്രഹം ആകെ ഒന്നും ഉണ്ടായുള്ളൂ, എന്റെ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കണം എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്. സത്യം.
ഞാൻ പണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നടന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ വണ്ടി മാറ്റിടാൻ വേണ്ടി പുള്ളിക്കും പോളായിരുന്നു, എനിക്കും പോള വരുന്ന സമയത്ത് മാറ്റിടാൻ നോക്കി ഫുൾ ടാങ്ക് കൂട്ടുകാരുടെ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കും. ഞാൻ ടെന്റ് വണ്ടി കയറി മറ്റേ കാൽ ടാങ്ക് ഇതിന്റെ കറ്റോ. ഞാൻ പറഞ്ഞു സമയം വരും, നമ്മ അടിക്കും ഫുൾ ടാങ്ക്. അടിച്ചു ഫുൾ ടാങ്ക്. അതെ, ദാറ്റ്സ് എ വെരി നൈസ് തോട്ട് അല്ലേ. അങ്ങനെ ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ അല്ലേ. അതെ, എനിക്ക് തന്നെ ടു ലൈക്ക് എ ബെറ്റർ ഹസ്ബൻഡ്, റൊമാൻസ്, ഐ യു റൊമാൻറ്റിക് പേഴ്സൺ? ഭയങ്കര കുറവാണ് ആണല്ലേ. അപ്പൊ അത് പ്രശ്നമാക്കാറുണ്ടോ? പിന്നെ ഒടുക്കത്തെ പ്രശ്നമാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചതാണ്, സോറി. അല്ല, എക്സ്പെക്ട് ചെയ്യണമല്ലോ നമ്മളെല്ലാം ഇടിയും എക്സ്പെക്ട് മര്യാദക്കൊന്ന് സംസാരിച്ച് കിടന്നുറങ്ങണം. നമ്മൾ മറ്റേ ഇടിയൊക്കെ കഴിഞ്ഞ് എന്റെ പൊന്നോന്ന് പറഞ്ഞാൽ കിടക്കണം. പക്ഷെ അവൾക്കറിയാം, അവൾക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് മര്യാദക്ക് വിളിച്ചുള്ള സ്ഥലത്തൊക്കെ ഇരുട്ടത്തൊക്കെ പോയി. അപ്പൊ തനിക്ക് അത് പറ്റില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതെ, പിന്നെ പക്ഷെ അത് പറഞ്ഞു തീർത്താ കുഴപ്പം. മനസ്സിൽ വെച്ച് 10 ദിവസം കഴിഞ്ഞ് പറയരുത്. ഇല്ല, ചില്ലാണ് പോവാറുണ്ട് നമ്മള്. പക്ഷെ കൂടെ 10-15 പേര് ഉണ്ടാവും. എനിക്കെന്താ പറയാ, കുറച്ച് പേര് വേണം ചില്ല് ചെയ്ത് എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന്. എന്റെ കാരനിൽ വെച്ച് വിശ്വസിക്കൂല, ചത്താപ്പച്ച എല്ലാ ലൊക്കേഷനും, അത് ഞാൻ സൗബിക്കിനാസിക്കിനാണ്ട പഠിച്ചേക്കണം. ചത്താപ്പച്ച ലൊക്കേഷനില് എന്റെ കാരവനിലായിരുന്നു ബാക്കി എല്ലാ പുതിയ പിള്ളേരും. ഇങ്ങനെ അട്ടിട്ട പോലെ തലവരക്കാണെങ്കിലും 3 കാരവൻ ഉണ്ടെങ്കിൽ എല്ലാം കൂടി എന്റെ കാരവനിലിരിക്കുള്ളൂ. ഫുഡും മേടിച്ച് ചില്ല് ചെയ്ത് പാട്ടും കേട്ട് ഉച്ചക്ക് ഞങ്ങള് തലവരയിൽ കിടന്ന് ഉറങ്ങിയെന്ന് വെച്ചാല് എന്റെ ബെഡിൽ 3 പേര്, ഞാനടക്കം. തറയില് റാഫി 2-3 പേര്. ഹാപ്പി അല്ലേ? ഭയങ്കര അടിപൊളിയാ. പിന്നീട് നമുക്ക് അങ്ങ് ആ പടമോ അല്ലെങ്കിൽ ഇവരായിട്ട് ചില്ല് ചെയ്യണ സമയം കിട്ടിയെന്ന് വരില്ല. ഏറ്റവും അധികം ഗ്രൂപ്പിൽ ഇരിക്കുമ്പോ തമാശ വരുന്നത് താങ്കളാണോ, തമാശ കേട്ട് ചിരിക്കുന്നത് താങ്കളാണോ? എന്നെ കിട്ടൊക്കെയാണ് അവർ താങ്ങണം. പഴയ സിനിമ റോൾ ഇതൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് പിന്നെ റാഫി, ആ തലവരാണെങ്കിൽ റാഫി നന്നായിട്ട് സംസാരിക്കും. ഇപ്പൊ നമ്മുടെ ചത്തപ്പച്ചയാണെങ്കിൽ എല്ലാവരും, നമുക്ക് പൈപ്പ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. പൈപ്പ് എന്നൊക്കെ പറഞ്ഞ ഗ്യാങ് ഉണ്ട്. എന്ന് വെച്ചാല് ആൾക്കാരെ പറ്റി ദുഷിപ്പ് പറയാ, വെറുതെ ഒരു ആവശ്യമില്ല പൈപ്പും ചോടെന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഞാൻ റിങ്ങിലാണെങ്കിൽ ഡാറ്റും മിനോനും അപ്പുറത്ത് എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണായിരിക്കും. അപ്പൊ ഞാൻ പൈപ്പ് ഇറക്കണായിരിക്കും അല്ലെ. അടിപൊളി. ഇവരെ ഉള്ളതുകൊണ്ടാണ് ഞാനും അത്രയും സ്ട്രെസ്ഫുൾ ഫൈറ്റ് ആണെങ്കിലും ചില്ല് ചെയ്ത് തീർക്കാൻ പറ്റും. അമ്മ മാത്രമേ ഉള്ളൂ എല്ലാം മറ്റേ ചില്ല് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിൽ മീൻസ് നമ്മൾ പീസ്ഫുൾ ആണ്. അമ്മോട് പറഞ്ഞാൽ തന്നെ പിന്നെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ അതാ ഞാൻ ചോദിച്ചോ. അതൊന്നുമില്ല പറഞ്ഞേ. ഞാനൊരു ഇന്റർവ്യൂലാണ്, ഞാൻ പിന്നെ വിളിക്കാം സ്റ്റൈല് പൂത്തിട്ട്. അമ്മോട് അന്വേഷണം പറയണം തീർച്ചയായിട്ടും. അമ്മേനെ പറ്റി പറയണെങ്കിൽ ചെറുപ്പം തൊട്ട് അമ്മ ഉണ്ടായുള്ളൂ കൂടെ. അമ്മ പിള്ളയാണ്, അമ്മ കൊച്ചാണ്. എനിക്ക് എന്തിനും അമ്മ സീനായിരുന്നു. പിന്നെ അതിന് ശേഷം പടങ്ങളിൽ കയറാൻ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന് പ്രശ്നം എന്താ അറിയോ, ഇവനെന്താ എന്റെ അടുത്ത് ഒന്ന് പറയട്ടെ, നിന്റെ അടുത്ത് വന്നിട്ട് പറയണ, എന്റെ അടുത്ത് ഒന്ന് പറയണേ. അങ്ങനെ ശരിച്ചത്. അതെ. അപ്പൊ ഈ സിനിമ ഒരു ചൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ഒരു ഇതുണ്ടോ? ആരോടെ ചോദിക്കുക ഈ സിനിമ ഞാൻ എടുക്കണോ വേണ്ടോ? ഞാൻ ആദ്യമൊക്കെ സൗബിക്ക് എടുത്ത് ചോദിക്കാം. സൗബിക്ക് പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടാന്ന് നീ ചെയ്തോ. പിന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, പറയാറുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു നീ കേട്ട് നിന്റെ ഡിസിഷൻ ശരിയാണോ തെറ്റാണോന്ന് നീ പടം ഇറങ്ങുമോ നിനക്ക് മനസ്സിലാവും, ഇതായിട്ട് പഠിക്കും. അത് അവിടെ നീട്ടി. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ എനിക്കൊക്കെ പറ്റും, എന്നെയൊക്കെ പലരും പല പേരും മാറ്റി വിളിക്കും. രാജശ്രീ വാര്യർ, ധന്യ വർമ്മ, മനീഷ് നായരെന്ന് മാത്രം വിളിച്ചിട്ടില്ല. ഞാൻ അത് കാത്തുകൊണ്ടിരിക്കുക. ഞാൻ താങ്കൾ എങ്ങനെ പേര് തെറ്റി വിളിച്ചിട്ടുണ്ടാരെങ്കിലും? എന്നെ അശോക എന്ന് വിളിക്കാം. അത് പിന്നെ പോട്ടെ. പിന്നെ രോമാഞ്ചി എന്ന് വിളിക്കാം. സത്യം രോമാഞ്ചമൊക്കെ. ഇത് ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഏത് പടം ഞാൻ പറഞ്ഞു, തലവരെ ഷൂട്ട് ചെയ്തില്ല കോയമ്പത്തൂര്. ഇപ്പൊ ഒരു കൊച്ചു നടന്നുകൊണ്ട് കൊച്ചിന്റെ അമ്മ ദേ മോനെ നോക്ക് രോമാഞ്ചി. ഓക്കെ, ജുമാഞ്ചി എന്നൊക്കെ പറഞ്ഞ പോലെ പോയി. സത്യം സൂപ്പർമാൻ. രോമാഞ്ചം എന്ന് പറഞ്ഞാലും ഓക്കെ. വേറെ സിനിമോനെ വിളിക്കാറുണ്ട്, ആസാദ് വിളിക്കാറുണ്ട്. വേറെ ആക്ടറെ തെറ്റി വിളിക്കാറില്ല.
ഇതുവരെ ഭാഗ്യത്തിന് ഭാഗ്യായി. അശോകാന്ന് വിളിച്ചത്. 25 കൊല്ലമായിട്ട് എന്റെ പേര് തെറ്റി വിളിക്കുന്ന ആൾക്കാർ. അപ്പൊ പിന്നെ ഇത് കുട്ടിക്ക് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു അച്ഛന്റെ പേര് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുണ്ട്, അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. അതെ, correct. അശോകിൽ ഞാൻ ഒരിക്കൽ കണ്ടു താങ്കൾ ഒരു കോളേജിൽ വന്ന് ഇറങ്ങിയിട്ട് കുറെ പെൺകുട്ടികൾ താങ്കളുടെ ചുറ്റും ഇരുന്ന് ഇങ്ങനെ. അത് ഗേൾസ് കോളേജ് ആയണ്ട. മനസ്സിലായി, ഗേൾസ് ആണല്ലോ. അല്ല, ഞാനീ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് ഇത് പെണ്ണിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു പോയത് നല്ല കാര്യപ്പൊക്കെ എന്നെ എടുത്തിട്ട് അടിച്ചു. സോറി. ഇത്രയും പെൺകുട്ടികളുടെ ഒരു ഫാൻ മൊമെന്റ് ആ സമയത്ത് താങ്കൾ ഇങ്ങനെ വന്നിട്ട് എല്ലാവരും നോക്കി ടാറ്റയൊക്കെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രണയ കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ കൈൻഡ് ഓഫ് ഫാൻ മൊമെന്റ് ഒന്നും ഞാൻ പ്രണയം എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. ബട്ട് ബേസിക്കലി വാട്ട് ഇസ് ദാറ്റ് ദേ കം ആൻഡ് ടോക്ക് ടു യു? ഫോട്ടോ എടുക്കുക. ഭയങ്കര ഇഷ്ടമാണ്. നല്ല പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത്ര പറയാനുള്ളൂ. അത്ര സമയം ഇട്ടാറുള്ളൂ. അങ്ങനെയല്ല, ആക്ച്വലി എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇപ്പൊ കൂടുതൽ കണക്ട് ചെയ്ത തലവര OTT ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും കണ്ടത്. ഭയങ്കര റെസ്പോൺസ്, ഭയങ്കര ഭാഗ്യമാണ്. കാരണം എന്റെയും ഡയറക്ടറിന്റെയും മനസ്സിൽ പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കണേ തിയേറ്ററിൽ ഇപ്പോഴും ഉണ്ട്. കാരണം അങ്ങനത്തെ റെസ്പോൺസ് ഞങ്ങൾക്ക് ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് ഒരു പടം തിയേറ്ററിൽ ഇറങ്ങി ഇത്ര നാളും കിട്ടാത്ത ആർട്ട് വർക്ക്സ് ആണ് എനിക്ക് കുറച്ച് 3-4-5 ദിവസമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് OTT ഇറങ്ങിയിട്ട് ഞാൻ എങ്ങനെ അത് ഈ ഒരു മാജിക് നടന്നത്. ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇത്ര ഉണ്ടാവില്ല, എല്ലാവരും പടം കാണണം. അത് നടന്നു. അത് തമാശ എന്താ പറയാ, പാൻ ഇന്ത്യ ആൾക്കാരോട് റിവ്യൂ എന്നുള്ളതാണ്. ചെന്നൈയിൽ നിന്ന് കോൾ വന്നു. ആക്ച്വലി ചെന്നൈ പോകുമ്പോ അവിടെ നിന്ന് പ്രൊഡക്ഷൻ കമ്പനീസ് കുറെ പേര് വിളിച്ചാക്കില്ല. അതാണ് പറഞ്ഞത്. അത് പറയാം, ഇനി ബാക്കി എല്ലാം അറിയിക്കാം. അതെ. വിയേർഡ് ഫാൻ മെയിൽസോ ഒക്കെ ഇൻസ്റ്റയിലൊക്കെ വരാറുണ്ടോ? ഇല്ല, ഗൃഹസ്ഥനായി, അതുകൊണ്ട് അതും ഇല്ല. കുറച്ച് ഏർലി പോയി. ഇതൊക്കെ ഈ ഇവിടുന്നാണ് പറയിപ്പിക്കണേട്ടോ. സന്തോഷമായി കണ്ടിട്ട് കുറെ കാലമായി കാണണമെന്നും ഇന്റർവ്യൂ എന്ന് വിചാരിച്ചത്. എന്തായാലും ഈ ഒരു നല്ല സമയത്ത് കണ്ടത് നന്നായി. തനിക്ക് പോവാൻ അനുവാദം ഇല്ല അത് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം തനിക്ക് പോയേ പറ്റും. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി, സന്തോഷം.